ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സാധാരണ ഇൻവെർട്ടർ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഇൻവെർട്ടർ എങ്ങനെ മിനിമം കോസ്റ്റിൽ സോളാർ ഇൻവെർട്ടറായി കൺവേർട്ട് ചെയ്യാമെന്നതാണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു വി ഗാർഡിൻ്റെ സ്മാർട്ട് 1100 എന്നുള്ളൊരു ബ്രാൻഡ് ഇൻവെർട്ടറാണ്. 6 വർഷത്തോളമായി ഇത് വാങ്ങിയിട്ട്. ഇതിൻ്റെ കൂടെ വാങ്ങിയ ബാറ്ററിയാണ് 6 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 2 C10 ബാറ്ററിയും കൂടെ പാരലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ 2 C10 ബാറ്ററി 120 60 മാസം വാറണ്ടിയുള്ള സോളാർ ട്യൂബുലർ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് 2 ഈ 2 ഏകദേശം 3 വർഷം കഴിഞ്ഞു വാങ്ങിയിട്ട്. 2020 വാങ്ങിയാണ് അവസാനം. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഇതിപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് രണ്ടും പാരലാക്കിയിട്ടുണ്ട്. ഈ 2 C10 ബാറ്ററിയുടെ പോസിറ്റീവും കൂടെ C20 ബാറ്ററി, പഴയിരുന്ന ബാറ്ററിയായിട്ട് പാരലാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എഫക്റ്റീവ് ടെർമിനൽ വോൾട്ടേജ് 12 വോൾട്ടും നോമിനൽ 12 വോൾട്ടും ടോട്ടൽ AH കപ്പാസിറ്റി ഈ രണ്ടും കൂടി 240ഉം ഇങ്ങനെ അറ്റത്തിരിക്കുന്ന പഴയ ബാറ്ററിക്ക് 150. അങ്ങനെ 240, 340, 390 AH ബാറ്ററിയാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വി ഗാർഡിൻ്റെ ബാറ്ററി ഇപ്പോഴും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ബാക്കപ്പ് തന്നെയുണ്ട്. പക്ഷേ C20 ആയതുകൊണ്ട് മാത്രം നമുക്ക് സഡൻ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും പറ്റില്ല. ഗ്രാജുവൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങേ പറ്റുള്ളൂ. പക്ഷേ C10 2 ബാറ്ററിയായിട്ട് ക്ലബ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല, വലിയ ആംപറേജ് അതിനകത്ത് എടുക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും ബാറ്ററി എല്ലാം കൂടെ ചേർത്ത് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ആശ പവർ നോവ 50 എന്നുള്ള എൻട്രി ലെവൽ ഒരു ചാർജ് കൺട്രോളറിലാണ്. ഈ ചാർജ് കൺട്രോളർ 50 ആംപിയറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 12 വോൾട്ട് 24 വോൾട്ടും ഇതിനകത്ത് ഉപയോഗിക്കാം ബാറ്ററി ആയിട്ട്. 12 വോൾട്ട് ആകുമ്പോഴത്തേക്ക് പാനൽ വോൾട്ടേജ് 60 വോൾട്ടാണ് മാക്സിമം. ഇപ്പോൾ ഇത് രണ്ടും ബാറ്ററിയിൽ നിന്ന് വരുന്ന ചാർജിങ് കേബിളാണ്. ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് പാനലിൽ നിന്ന് വരുന്നതാണ്. പാനലിൽ നിന്ന് വരുന്ന വയറിൽ ഒരു ഫ്യൂസ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി MCBയോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇനി ഗ്രാജുവലായിട്ട് വാങ്ങിച്ച് വയ്ക്കണം. ഇപ്പോൾ ഇതിനകത്ത് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്ന 2.5 ആംപിയർ SPB വോൾട്ടേജും ബാറ്ററി വോൾട്ടേജ് 13.1 ഉണ്ട്. സോളാർ പാനൽ 104 വാട്ട്സ് ഇപ്പോൾ കാണിക്കുകയാണ്. ബാറ്ററി വോൾട്ടേജ് 13.1 ആണ് കാണിക്കുന്നത്. ഇതിനകത്ത് എല്ലാ സമയത്തും ഞാൻ KSEB ഓഫ് ചെയ്തിട്ടേക്കാണ്. വീട്ടിലെ എല്ലാ ഫാനും എല്ലാ ലൈറ്റും, ഒരു CRT TV, ഒരു LED TV 43 ഇഞ്ച്, പിന്നെ ഈ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ്, ഇതെല്ലാം ഈ ഒരു ഇൻവെർട്ടറിൽ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. KSEB ഉപയോഗിക്കുന്നതേ ഇല്ല, വല്ലപ്പോഴും മാത്രമേ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഈ ബാറ്ററിയിലുള്ള ഈ ഇൻവെർട്ടറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സോളാർ കോമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ട് ഗ്രിഡ് ചാർജിങ് കൂടെ നടക്കും. അതായത് KSEB ഉപയോഗിക്കുന്ന സമയത്ത് ഗ്രിഡ് ചാർജിങ് നടക്കും. ഇതാണ് ഇതിൻ്റെ കോസ്റ്റ്. ആശ പവറിൻ്റെ MPPT ചാർജ് കൺട്രോളറിന് 699 രൂപയാണ് വില. ഞാൻ ഈ പോർഷൻ വീഡിയോ കുറച്ച് സ്പീഡിലിടുകയാണ്, പെട്ടെന്ന് തീരാനായിട്ട്. ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. വാരിയുടെ 400 വാട്ട്സിൻ്റെ 24 വോൾട്ട് പാനൽ ഇപ്പോൾ വില വന്നിട്ട് 14,999 രൂപയാണ്. ഇതിനകത്ത് ബാങ്ക് ഓഫറൊക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 500-600 രൂപയും കൂടെ ഇനിയും കുറഞ്ഞു വരും. 12 വോൾട്ട് പാനലിൽ വില കൂടുതലാണ്. അതുകൊണ്ടാണ് PWM ഉപയോഗിക്കാതെ MPPT ചാർജ് കൺട്രോളർ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ PWMന് എഫിഷ്യൻസിയും കുറവാണ്. ഈ കണക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് 24 വോൾട്ടിൻ്റെ 2 പാനൽ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. MC4 കണക്ടേഴ്സ് ഇതിനകത്ത് തന്നെ ഉണ്ട്, 2. ഇത്രയും കണക്ടേഴ്സ് വാങ്ങിച്ച് 450 രൂപയാവുള്ളൂ. ഇത്രയും കണക്ടേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കണക്ഷനൊക്കെ ചെയ്യാം. ഇതിന് സോൾഡർ ചെയ്യാനുള്ള അറിവ് മാത്രം മതി ഇതിനകത്ത്. ഇനി അടുത്ത ഇതിനകത്ത് വേണ്ടത് പാനൽ ഫിക്സ് ചെയ്യാനുള്ള ബ്രാക്കറ്റ്സ് ആണ്. അത് ഞാൻ വാങ്ങിയ ടൈപ്പ് ഇതിനകത്തുണ്ട്. 2 പാനലിന് വേണ്ടിയിട്ടുള്ളതാണ്. 300 രൂപയാണ് ഇതിൻ്റെ വില. 2 പാനൽ വയ്ക്കുമ്പോൾ നടുവിൽ വയ്ക്കാനുള്ള 2 C ടൈപ്പും എൻഡിൽ വയ്ക്കാമെന്നുള്ള 4 ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്.
സ്ട്രക്ചർ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ വെച്ചാൽ മതി, പക്ഷേ കാറ്റത്ത് നന്നായിട്ട് പറന്നു പോകാത്ത രീതിയിൽ വെക്കണം. ഇത് വയർ പക്ഷേ ഇതിനകത്ത് ഇത്തിരി വില കൂടുതലായിട്ട് തോന്നുകയാണ്. നോർമലി നമ്മുടെ നോർമൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പോളി ക്യാബിൻ്റെ തന്നെ നല്ല വില കുറച്ച് 6mm വയർ കിട്ടും, DC വയർ. ഇപ്പോൾ പാനൽ നോക്കുകയാണെങ്കിൽ ഞാൻ വെച്ചേക്കുന്നത് 400 വാട്ട്സിൻ്റെ 2 കിർലോസ്കർ പാനലാണ്. ഇനി അറ്റത്തിരിക്കുന്ന ഈ 2 പാനലാണ്. ഈ 2 പാനലും കൂടെ കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 2 പാനലും കൂടെ പാരലാക്കി കൊടുത്തേക്കാണ്. പാരലാക്കി ഈ യെല്ലോ വയറിൽ കൂടെ പാരലാക്കി കൊടുത്തേക്കണം. ഇവിടെയാണ് പാരൽ ജോയിൻറ്റ് വന്നേക്കുന്നത്. എന്നിട്ട് ഇത് നേരെ വന്ന് ഇൻവെർട്ടറിലേക്ക് MPPT ചാർജ് കൺട്രോളറിലേക്ക് കൊടുക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൂടെ ടെസ്റ്റിങ്ങും എല്ലാം അടുത്തൊരു വീഡിയോയിൽ ഇടാം. ഇത് വളരെ നല്ലൊരു ഇൻവെർട്ടറാണ്. വി-ഗാർഡിൻ്റെ ആ പേര് തന്നെ ഒരു ക്വാളിറ്റിയുടെ സിമ്പിൾ തന്നെയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.